ചടങ്ങുകൾക്ക് ഔദ്യോഗികമായി തന്നെ തുടക്കം കുറിച്ചിരിക്കുന്നു. 300 കലാകാരന്മാർ, രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 300 കലാകാരന്മാർ വിവിധ വാദ്യോപകരണങ്ങൾ വായിച്ചുകൊണ്ട് സാരെ ജഹാം സെ അച്ഛ എന്ന ഗാനം ആലപിക്കുന്ന, അതിന് ഈണം നൽകുന്ന ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്. അത് പരേഡായി തന്നെ മുന്നോട്ട് വരുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇതിലൂടെയാണ് ഈ ഗൺ സല്യൂട്ടിന് ശേഷം നമ്മുടെ ഈ പരേഡിന് ഔദ്യോഗികമായി തന്നെ ഒരു തുടക്കം കുറിക്കുന്നത്. പ്രധാനമായിട്ടും നമ്മുടെ രാജ്യത്തിൻ്റെ ഏകത, അത് വൈവിധ്യതയും എല്ലാം തന്നെ വിളിച്ചോതിക്കൊണ്ടുള്ള ചടങ്ങാണ്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കലാകാരന്മാർ, വിവിധ വാദ്യരൂപങ്ങൾ, അതിൽ നമ്മുടെ ഇടയ്ക്കടക്കമുള്ള സ്വരങ്ങളുണ്ട്, വാദ്യസ്വരങ്ങളുണ്ട്, അതെല്ലാം തന്നെ വായിച്ചു കൊണ്ടുള്ള വളരെ അത്ഭുതമെന്ന് തോന്നുന്ന, വളരെ അഭിമാനം തോന്നുന്ന ചടങ്ങാണ് ഇപ്പോൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിലൂടെയാണ് പ്രധാനമായിട്ടും ഈ ചടങ്ങുകൾക്ക് ആരംഭമാവുന്നത്. ഈ ഗൺ സല്യൂട്ട്, പതാക ഉയർത്തി ഗൺ സല്യൂട്ട് കഴിഞ്ഞാൽ ഇതിനുശേഷം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് വരാനുള്ളത് ഈ പരേഡിൽ ജനപങ്കാളിത്തം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഏകദേശം 10,000 വിശിഷ്ടാതിഥികളെയാണ് ഇത്തവണത്തെ റിപ്പബ്ലിക് ദിന പരേഡിന് വേണ്ടി വിളിച്ചു ചേർത്തിരിക്കുന്നത്. അത് പല മേഖലകളിൽ കഴിവ് തെളിയിച്ചവരുണ്ട്. ഈ 10,000 പേര് എന്ന് പറയുന്നത് ഇവർക്കെല്ലാവർക്കും ഒരൊറ്റ നോട്ടത്തിൽ കാണാൻ വേണ്ടി ഈ കർത്തവ്യ പദ് മുഴുവൻ നിറയുന്ന തരത്തിൽ 5,000 കലാകാരന്മാരെ ഉൾപ്പെടുത്തിയുള്ള ഒരു സാംസ്കാരിക ചടങ്ങ്, ഒരു നൃത്ത ചടങ്ങ് 11 മിനിറ്റ് നീണ്ടു നിൽക്കുന്നൊരു പരിപാടിയുണ്ട്. അത് കർത്തവ്യപഥിൻ്റെ ഒരു അറ്റം തൊട്ട് മറ്റൊരു അറ്റം വരെ നീളുമെന്നുള്ളതാണ്. എത്രത്തോളം